ഇതൊക്കെ ഇവിടെ ഏൽപ്പിക്കുകയാണ്. ഈ നാട്ടില് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നാളെ പണി തീർന്നില്ല എന്ന് പറഞ്ഞ് വേറെ സോഷ്യൽ മീഡിയ വന്ന് മോളെ ഐഷ മോളെ ബോച്ച വന്നോ, വന്നോ, വീട് വെച്ച് തരാന്ന് പറഞ്ഞ വെച്ച് തന്നോ ഇല്ല, ബോച്ച കള്ളൻ എന്ന് പറയല്ല. എന്നാലും ഇതൊക്കെ കഴിഞ്ഞാൽ എന്നെ പറയുള്ളൂ. സാർ ഞങ്ങൾ സഹിച്ചു, എന്നാലൊരു പ്രൂഫ് കിടക്കട്ടെ. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് കാണുന്ന ഒരു വീട് നിന്ന് കത്തുന്ന സീൻ കണ്ടപ്പോ പെട്ടെന്ന് സാധാരണ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. കണ്ടപ്പോ ഒന്ന് നോക്കുമ്പോ അതിന്റെ ആ മോളുടെ കരച്ചിലും ആയിഷ മോള് കക്കൂസയിൽ കിടന്നുറങ്ങുന്ന രംഗമാണ് കാണിച്ചത്. ഞാൻ എന്റെ മോളെ ആലോചിച്ചു പോയി. എന്റെ മോളാണ് ഈ സ്ഥാനത്ത് ഒരു കക്കൂസയിൽ കിടന്നുറങ്ങേണ്ട ഒരു ഗതി വന്നിരുന്നെങ്കിൽ എന്ന് പോയപ്പോഴാണ് നമുക്ക് ആ ഒരു ഇമേജിൻ ചെയ്തപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വിഷമം മനസ്സിലായത്. ഉടൻ വിളിച്ചു അവരെ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വീട് അവിടെ വെച്ച് തരാം എന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പൊ ഇനി അധികകാലം കക്കൂസേ കിടക്കണ്ട കേട്ടോ. ഇപ്പൊ തന്നെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒതുക്കാൻ പറയാം. അവിടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിനോട് അറേഞ്ച് ചെയ്യാൻ പറയാം. $7.5 ലക്ഷം ഇപ്പൊ തന്നെ ചെക്ക് കൊടുത്തു. പൈസയും റൊക്കം കൊടുക്കുകയാണ്. സമയത്ത് തീർക്കാൻ സന്തോഷ് കുണ്ട്ര ഏറ്റിട്ടുണ്ട്. പിന്നെ ഇവിടെ MLA വില്ലേജ് ഓഫീസർ എല്ലാവരും ഉണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ ഉത്തരവാദിത്തത്തിൽ മാത്രം എനിക്ക് പങ്കില്ല. കാരണം ഒന്നല്ല, ഇത് നാട്ടിലാവുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എവിടെയെങ്കിലും കിടക്കുന്ന ഉത്തരവാദിത്തം ഇല്ലാത്തവനായ ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ ഇത് വന്ന് പണി തീർത്ത് കൊടുക്കലൊക്കെ സമയം വൈകിപ്പോവും. മാത്രമല്ല ചില പണികൾ കിട്ടാറുണ്ട്. അതിനുശേഷം ഇപ്പൊ ഇങ്ങനെയാണ്, പണിയിച്ചു കൊടുക്കുന്നതിന് പകരം കാശ് കൊടുത്ത് അവിടെ ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിക്കുകയാണ്. മറ്റേ നെയ്യാറ്റിൻകര വലിയൊരു അപകടം ഉണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും അല്ലെ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. അതിന്റെ റിയൽ സ്റ്റോറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അവിടെ ഞാനൊരു കുറ്റവാളി, ഒരു ഉടായ്പുകാരനായി മാറി. ഞാനും ആ സ്ഥലത്തിന്റെ ഉടമ ആ സ്ത്രീയുമായി 50,000 രൂപ കൊടുത്ത് എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ച് ഇപ്പോഴും അതുണ്ട്. ആ സ്ഥലം ബാക്കി പൈസ കൊടുത്ത് വാങ്ങി അവിടെ ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. പിന്നെ അത് നോക്കുമ്പോ എന്താ സ്ഥിതി എന്ന് വെച്ചാല് ഈ ആത്മഹത്യ ചെയ്ത ആ ദമ്പതികള് മറ്റൊരു സ്ത്രീയുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി അവിടെ താമസമാക്കിയതാണെന്നും അതിന്റെ ചില കേസും കാര്യങ്ങളുണ്ടെന്നും ഒക്കെ മനസ്സിലായതുകൊണ്ട് അതൊക്കെ തീർത്തെടുത്ത് കോടതി വഴി നല്ല രീതിയിൽ നാളെ ഇനി അവിടുന്ന് അവർക്ക് ഇറങ്ങണ്ടാവത്ത ലീഗലായിട്ട് നല്ല രീതിയിൽ പണിത് കൊടുക്കാൻ നോക്കുമ്പോ ഒരു 6 months to 1 year എടുക്കും. അപ്പൊ ഞാൻ അവരെ അറിയിച്ചു, കുറച്ച് വെയിറ്റ് ചെയ്തോളൂ, അതുവരെ വേണമെങ്കിൽ എന്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചോളൂ എന്ന് ആ പിള്ളേരോട് പറഞ്ഞു. പിള്ളേര് വന്നില്ല. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കാണുകയാണ്. ഈ പിള്ളേര് പറയാണ് ബോച്ചയെ പറ്റിച്ചു, ബോച്ചയെ വീട് വെച്ച് തരാന്ന് പറഞ്ഞു, വീട് വെച്ച് തന്നില്ല. എന്തായി? 1 വർഷമെങ്കിലും എടുക്കും കോടതി ക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാനായിട്ട്. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ചെയ്യുമ്പോ വൃത്തിയായിട്ട് ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടെ കൊടുക്കണ്ടേ. പബ്ലിസിറ്റി മാത്രമല്ല, പബ്ലിസിറ്റി കിട്ടും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനൊപ്പം ചെയ്യുന്നത് ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടെ കൊടുക്കണം എന്നോർത്തിട്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എന്തെല്ലാം പോണേന്ന് വെച്ചാൽ വക്കീല് പറഞ്ഞത് എന്നോടും ഇതിന്റെ ഉടമയായ സ്ത്രീയോടും കൂടെ കേസ് കൊടുക്കാനും ഈ കുട്ടികളെ അവിടുന്ന് ഇറക്കാനുമാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ ദമ്പതികൾ ചെയ്ത അതേ അവസ്ഥയിൽ ഇവരെത്തും. നാളെ പോലീസ് വന്ന് ഇവരെ ഇറക്കാൻ വരുമ്പോ ഇവര് വീണ്ടും പെട്രോൾ എടുത്ത് ഒഴിച്ചിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്ക് അവരെ ഉപദ്രവിക്കാനൊന്നുമില്ല. വേറൊരു പാർട്ടി അവിടെ വന്ന് ഏതാനും ആഴ്ചകൾ കൊണ്ട് പെട്ടെന്ന് ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടിയോടെ അതിൽ താമസിക്കുന്നുണ്ട്. അതിന് രേഖകളോ നിയമങ്ങളോ ഒന്നുമില്ല. പഴയ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. എങ്കിലും അവർക്ക് അത് അങ്ങനെ ആയി, ഒരു സഹായമായി അവർ താമസിക്കുന്നുണ്ട്. നിയമങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. അപ്പൊ ഇതങ്ങനെ ഒരു അപകടം ഉണ്ടായി. ബോച്ച എന്ത് ചെയ്താലും അവസാനം ഉടായ്പുകാരനായി മാറുന്ന അവസ്ഥയാണ്. അത് പിന്നെ നമുക്ക് പ്രശ്നമല്ല. ഈ നെഗറ്റീവ് കേട്ട് അതൊരു ശീലമായി. മാത്രമല്ല എന്റെ ഒരു വീക്ക്നെസ് ആണ് നെഗറ്റീവ് പറയുമ്പോ അത് കേൾക്കാനും അത് പോസിറ്റീവ് ആക്കാനും ഒക്കെ. പിന്നെ സത്യം ഇത്തിരി വൈകിയാലും പുറത്തേക്ക് വരും. അത് പ്രകൃതി നിയമമാണ്. എല്ലാ കാലം അത് മൂടി വെക്കാൻ പറ്റില്ല. ഞാൻ എന്റെ കർമ്മത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ മനസാക്ഷിയോട് എനിക്കൊരു ഉത്തരം കിട്ടും. അതാണ് എന്റെ സന്തോഷം, സംതൃപ്തിയൊക്കെ. എല്ലാവരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ബോധിപ്പിക്കാൻ ഇന്ന് ലോകത്ത് ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്തൊക്കെ ചെയ്താലും. അതുകൊണ്ടാണ് ഇപ്പോ അത് ഒന്ന് MLA വില്ലേജ് ഓഫീസറൊക്കെ ഒന്ന് നിന്നിട്ട് കോൺട്രാക്ടർ ഒന്ന് എനിക്ക് തന്നാല് ഈ സാധനം ഒന്ന്
ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ഈ ഉത്തരവാദിത്തം.